ഇന്ത്യൻ റെയിൽവേയിൽ വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ നടന്നത്. മിക്കയിടങ്ങളിലും പാത ഇരട്ടിപ്പിക്കുകയും റെയിൽവേ സ്റ്റേഷനുകളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. പുതിയ ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചു. മെമു വന്നു, വന്ദേ ഭാരത് വന്നു. ട്രെയിനുകളിലെ കമ്പാർട്ട്മെൻറ്റുകളും ടോയ്ലറ്റുകളുമെല്ലാം നവീകരിച്ചു. അങ്ങനെ യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കാൻ നിരവധി മാറ്റങ്ങൾ റെയിൽവേ നടപ്പാക്കി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാനുള്ള നീണ്ട ക്യൂവിന് വലിയ മാറ്റമൊന്നും വന്നില്ല. എന്നു മാത്രവുമല്ല, കൂടുതൽ ട്രെയിനുകൾ എത്തിയതോടെ യാത്രക്കാരുടെ എണ്ണവും കൂടി. അതോടെ ഇത്തരം ക്യൂവിൻ്റെ നീളം കൂടുകയാണ് ചെയ്തത്. വളരെ നേരം ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്താൽ അടുത്ത പ്രശ്നം ചില്ലറയാകും. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ടിക്കറ്റ് എടുക്കുന്നത് ഈ ആധുനിക കാലഘട്ടത്തിലും പരമ്പരാഗത പരിമിതികൾ അനുഭവിച്ചായിരുന്നു. ഇപ്പോഴിതാ റെയിൽവേയിൽ ക്വിക്ക് റെസ്പോൺസ് അഥവാ QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള പേയ്മെൻറ്റ് സംവിധാനവും നിലവിൽ വന്നിരിക്കുകയാണ്. അൺറിസർവ്ഡ് ടിക്കറ്റ് സിസ്റ്റം കൗണ്ടറുകളിൽ നേരിട്ട് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് മോഡ് ഉപയോഗിച്ച് അതിവേഗ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ നടത്താൻ QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള പേയ്മെൻറ്റ് യാത്രക്കാർക്ക് സഹായകരമാകും. ഫിസിക്കൽ ക്യാഷ് ട്രാൻസാക്ഷനുകളെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ട് ടിക്കറ്റ് വാങ്ങൽ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനാണ് ഈ ഉപയോക്തൃ സൗഹൃദ സംവിധാനം നടപ്പാക്കുന്നത്. പാലക്കാട് ഡിവിഷനിലെ 85 സ്റ്റേഷനുകളിലും ഈ സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞു. ഡിവിഷനിൽ ഉടനീളം 104 മെഷീനുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. QR കോഡ് സംവിധാനത്തിന് പുറമെ പാലക്കാട് ഡിവിഷൻ 25 സ്റ്റേഷനുകളിൽ 63 ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ സംവിധാനം എല്ലാ സ്റ്റേഷനുകളിലും നിലവിൽ വരുന്നതോടെ ടിക്കറ്റിനായി റെയിൽവേ സ്റ്റേഷനുകളിൽ നീണ്ട ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാനാകും. ടിക്കറ്റിൻ്റെ ചാർജിനും ബാക്കി പണത്തിനും വേണ്ടി ചില്ലറയുടെ പേരിൽ തർക്കിക്കേണ്ടിയും വരില്ല. UTS ആപ്പ് പ്രകാരം റെയിൽവേ പാളത്തിന് 15 മീറ്റർ ഉള്ളിൽ വെച്ച് ടിക്കറ്റ് എടുക്കാനാവില്ല. അതിനാൽ സ്റ്റേഷനിൽ വെച്ച് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുമായിരുന്നില്ല. ടിക്കറ്റ് എടുക്കണമെങ്കിൽ സ്റ്റേഷൻ്റെ പുറത്തു പോകേണ്ട സ്ഥിതിയായിരുന്നു. മാത്രവുമല്ല, യാത്ര തുടങ്ങുന്ന സ്റ്റേഷനും അവസാനിപ്പിക്കുന്ന സ്റ്റേഷനും മറ്റും രേഖപ്പെടുത്തേണ്ടതുമായി വരും. ഇതിന് പരിഹാരമെന്നോണമാണ് QR കോഡ് സംവിധാനം ഏർപ്പെടുത്തിയത്. QR കോഡ് സ്കാൻ ചെയ്താൽ സ്കാൻ ചെയ്യുന്ന സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടങ്ങും വിധം ആവശ്യമുള്ള സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും.